ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ്. ഒരു അടിപൊളി എന്താ പറയുക റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നും ലായ്ക്ക കുക്കിങ്ങാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കുറവുള്ള കാരണം മക്കളൊക്കെ ഒന്ന് റെഡിയാക്കി താഴത്തെ ഷോപ്പിൽ പോയിട്ട് ഞങ്ങളതൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് വ്യൂസൊക്കെ കയറുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഇതാ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ കടയിൽ പോയാലും അവർക്ക് എന്തെങ്കിലും നിർബന്ധമാണ്. ഇന്ന് ഇവരിതാ എന്തോ റിങ്ങിൻ്റെ മേലെ എന്തോ ക്യാൻഡി പോലത്തെ വന്ന് ട്രൈ ചെയ്തിരിക്കണം. ഇവർ യൂട്യൂബിൽ ഓരോരോ വീഡിയോസൊക്കെ കണ്ടിട്ട് അതുപോലത്തെ മിഠായി തന്നെ ട്രൈ ചെയ്യും. അത് കറക്റ്റാக കടയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ഫുൾ ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ ചിക്കൻ ഞാൻ സ്കിന്നോട് കൂടി തന്നെ ഒരു ചെറിയ ചിക്കൻ എടുത്തുള്ളൂ. ചെറിയ ചിക്കൻ എടുക്കാൻ നോക്കുക. സ്കിന്നോട് കൂടി തന്നെ എടുത്തിട്ടുണ്ട്. അതിന് നല്ല ഹോളൊക്കെ ഇട്ട് കൊടുത്ത് ഒരു അടിപൊളി മസാല തേച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഫുൾ തൈരാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി നോക്കുക. അപ്പോഴാണ് നമുക്ക് കളറൊക്കെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നല്ല സ്പൈസി കൂടും. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഇത് നല്ല ജീരകം പെരുംജീരകം പൊടിച്ചതാണ്. പൊടി എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് സുർക്കയും 1 ടേബിൾ സ്പൂണ് ഓയിലും ചേർത്തിട്ട് മസാല നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഈ ഫുൾ ചിക്കൻ വെച്ച് എല്ലാ ഭാഗത്തേക്കും തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്കിന്ന് വേണ്ടെങ്കിൽ ഒഴിവാക്കുക. സ്കിന്നുള്ള കാരണം ഈ മസാല പിടിക്കാത്ത പോലെ തോന്നും, പക്ഷേ സ്കിന്നുള്ള ചിക്കനാണ് ഒന്നുകൂടി ടേസ്റ്റ്. അങ്ങനെ ചിക്കനൊക്കെ നന്നായി മസാല തേച്ച് വെച്ചിട്ട് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 3 മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ നന്നായി കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുക. ഞാൻ എന്തായാലും ഒരു 3 മണിക്കൂറിന് മേലെ എടുക്കും. ഞാൻ രാവിലെ 10 മണിക്ക് മസാല തേച്ചിട്ട് വൈകിട്ട് 6 മണിക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ലപോലെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് അടിപൊളിയായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രിത്തെ ഫുഡിനെ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സമയം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും. ഫ്രിഡ്ജ് തുറന്ന് ചിക്കനൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ ഒരു നൂലൊക്കെ എടുത്തിട്ട് ചിക്കൻ്റെ കാലൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടാൻ നോക്കുക. എനിക്കിതൊരു ടാസ്ക്കായിട്ട് തോന്നി. എന്തായാലും വൃത്തിക്കൊക്കെ ചെയ്യാം. ഇനി ഒരു കുണ്ടുള്ള ഫ്രൈ പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുത്ത് ഇനി ടാസ്ക്കാണ്. തീ എപ്പോഴും സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ ലോ ആയിരിക്കണം. ഹൈ ഫ്ലെയിമൊന്നും വെക്കരുത്. നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ തിരിച്ചും മറിച്ചും മൂടി വെച്ചിട്ടൊക്കെ നന്നായി കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഞാൻ ഫുൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ടാസ്ക്കൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത മസാല ബാക്കി ഉണ്ടാവും, അത് കളയരുത്. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതാ ഒരു സ്പൂണൊക്കെ വെച്ച് ചിക്കനൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് 2 സൈഡും ഒന്ന് കുക്കാക്കി എടുക്കണം. ഇതുപോലെ തന്നെ 2 സൈഡും കുക്കാക്കാൻ മറക്കരുത്. ചെറിയ ചിക്കനായ കാരണം പെട്ടെന്ന് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ചെറിയ ചിക്കൻ എടുക്കാൻ നോക്കുക. നമുക്ക് കുക്കിങ്ങിൽ വളരെ ഒന്ന് ഈസി ആക്കി തരും അത്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓയിൽ കൊടുത്ത് നന്നായി മൂടി വെച്ചിട്ട് തന്നെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെഡിയായ ചിക്കനും അതിൻ്റെ പൊരിച്ച എണ്ണയും മസാലയൊക്കെ കൂടി ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അടിപൊളി മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് സെയിം പാനിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു 10-15 അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി സെയിം പാൻ തന്നെ കുറച്ചും കൂടി ഓയിൽ കുറച്ച് മതിട്ടാ ഓയിൽ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകുമാണ് ഇടുന്നത്. സവാള ഒന്നല്ലെങ്കിൽ ഇങ്ങനെ പൊടിയാക്കി അരിഞ്ഞത്, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയാക്കുക തന്നെ വേണം. കട്ടിയില്ലാണ്ട് അരിയാൻ നോക്കുക. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. സവാള കളറൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്.
അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കതിൻ്റെ ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകം പെരുംജീരകം പൊടിച്ച് വെച്ചുകൊണ്ട് നേരത്തെ പൊടിച്ച പോലെ തന്നെയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ആക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ നല്ല എരിവുണ്ടാവും. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത ബാക്കി മസാല, അതും ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊരു ഗ്രേവി ടൈപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബും അതുപോലെ ഒരു തക്കാളി പേസ്റ്റുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രേവിയും തക്കാളിയുടെ ഈ പേസ്റ്റും നല്ലപോലെ മിക്സ് ആകും വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കൈയെടുക്കാണ്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ റെഡിയാവും. പിന്നെ ഈ ഗ്രേവി ഒരു തിക്ക് ഗ്രേവിയാണ് ആക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഇനി 2 ടീസ്പൂൺ കൂടി പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ടേസ്റ്റൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, അതും ആഡ് ചെയ്ത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ മേലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഏറെ തന്നെ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി മിക്സ് ചെയ്തെടുത്ത് നല്ല തിക്ക് ഗ്രേവി ആവും, അതുവരെ ഇത് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് അലങ്കോലമായിട്ടുണ്ടാവുമല്ലോ എല്ലാവരെയും, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായി വരുന്ന സമയത്ത് നേരത്തെ സോക്ക് ചെയ്ത അണ്ടിപ്പരിപ്പാണ്, അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ മാക്സിമം ചേർക്കാൻ തന്നെ നോക്കുക. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ചിക്കനും അതിൻ്റെ ആ മസാലയും ആ ഓയിലും ഒക്കെ ചേർത്ത് ഈ മസാലയിൽ ചിക്കന് പൊതിഞ്ഞ് വെച്ച് നന്നായി മൂടി വെച്ചിട്ട് തന്നെ വേവിക്കുക. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മസാല ഷവായിൻ്റെ ഒക്കെ എടുത്തെത്തിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനൊക്കെ തോന്നുമ്പോൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളാണ്. നമ്മൾ വിചാരിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല ചൂട് പൊറാട്ടക്കും അതുപോലെ ചപ്പാത്തി കുബൂസിക്കും ഒക്കെ അടിപൊളി കോംബോ ആണ്. ഈ ഗ്രേവി കൂട്ടി കഴിക്കുമ്പോൾ ഒരു രക്ഷയുണ്ടാവില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ലായ്ക്ക് ഓഫീസൊക്കെ കഴിഞ്ഞ് റൂമിൻ്റെ അവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് താഴത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അത്ര കണ്ട ഉണ്ടാക്കിയതാ കടയിൽ നിന്ന് വാങ്ങിച്ചല്ലേ? അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തമ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇതേപോലെ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് സൽക്കരിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ ആഗ്രഹിച്ചത്. വിസ എടുത്ത് കൊടുന്നതിൽ കാശ് മുതലായി. എന്തിന്റെ സൂപ്പറും ഒന്നും പറയാനില്ല. അത് ഞാൻ പൊക്കി പറയല്ല, അടിപൊളി സാധനം. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. സൂപ്പർ.